ഹലോ ഗൈസ്, നമ്മുടെ നാട്ടിൽ മഴ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നല്ല, എല്ലായിടത്തും മഴ കൊണ്ടുപിടിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും വെള്ളക്കെട്ടാണ്. അതായത് നമ്മുടെ മുന്നിലത്തെ ആ വഴി ഉണ്ടല്ലോ, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളപ്പൊക്കം. അപ്പം ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് അമ്പലത്തിൽ പോകാനാണ്. ഏത് അമ്പലത്തിലാണെന്ന് അറിയണ്ടേ? ചോറ്റാനിക്കരയിൽ പോകാനാണ്. ഒരുപാട് നാളായി വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത്. അപ്പം എല്ലാവരും നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞത്, പിള്ളേരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇപ്പം സമയം 7:45 ഇറങ്ങാണ് കേട്ടോ. ഈ വെക്കേഷൻ നമ്മൾ ഒരുപാട് ട്രിപ്പും പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അമ്പല ദർശനം നടത്തിയിട്ടുണ്ട്. നമ്മൾ പോവാത്ത കുറേ അമ്പലത്തിലൊക്കെ പോകും. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ഒരു 1.5 മണിക്കൂറിനാണ് നിഖിൽച്ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ എന്തായാലും ഒരു 2 മണിക്കൂറാവും. വേറെ നല്ല ഉണ്ണികളായിട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ നിർത്തും ചായ കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പോണ വഴിച്ച് ഒരു ചെറിയ രീതിയിൽ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കാറ് പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അയിനുക്കുട്ടനും മല്ലുക്കുട്ടനും കാശുക്കുട്ടനൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. പൂ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പൂവിന് ഒരു മുഴത്തിന് തന്നെ നല്ല പൈസയായിരുന്നു. അപ്പോൾ വെറുതെ എന്തിനാന്ന് വിചാരിച്ചു. അങ്ങനെ അതേ അമ്പലത്തിൽ കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ എത്തിയത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അപ്പം അച്ഛൻ പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ദേവിനെ കണ്ടു പ്രാർത്ഥിച്ചു. അവിടെ എത്തിയപ്പോൾ കുഞ്ഞുമക്കളുടെ ഒക്കെ നമ്മൾ ഷർട്ടൊക്കെ ഊരിപ്പിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇടാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി വേറൊരു അമ്പലത്തിൽ പോകണം. വേറൊരു അമ്പലമല്ല, തൊട്ട് താഴെയുള്ള കീഴ്ക്കാവിൽ അമ്പലത്തിൽ പോകണം. അങ്ങോട്ട് പോകാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്താണ് ഈ കീഴ്ക്കാവിൽ അമ്പലം എന്ന്. കുറച്ച് താഴ്ന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോയിട്ടാണ് അമ്പലം ഉള്ളത്. അതുകൊണ്ടായിരിക്കുമോ. പിന്നെ ഞാൻ പലരും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ കീഴ്ക്കാവിലമ്മ എന്നൊക്കെ. സിനിമയിലോ ജീവിതത്തിൽ അങ്ങോട്ടൊക്കെ ഞാൻ ആരൊക്കെയോ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ കീഴ്ക്കാവിലമ്മ. നിങ്ങൾ കേട്ടിട്ടില്ലേ ആരൊക്കെയൊക്കെ വിളിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരെ വിളയാട്ടാണ്. അവിടെ ഉള്ള ഗ്രൗണ്ടിൽ ഫുള്ള് ഓടിക്കളിയൊക്കെ ആയിട്ട് എല്ലാവരും നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വീടാ ഉന്തിയിടുക ഒക്കെ ആയിട്ട് രസമാണ്. ഞങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും. ഇവരുള്ളതുകൊണ്ട് തന്നെ കരച്ചിലും പിടിച്ചിട്ട് നമ്മുടെ കാശുക്കുട്ടൻ വീണവരൊക്കെ ഹെൽപ്പ് ചെയ്യാണ് പിടിച്ചു വലിച്ചിട്ട്. വേറെ ഒന്നല്ല, പിടിച്ചു വലിക്കും. അപ്പം തന്നെ ഒരു ഉന്തിടും. അമ്മ 5 സാരിയൊക്കെ എടുത്തിട്ടാട്ടോ. അപ്പം ഞാൻ തലേദിവസമൊക്കെ വിചാരിച്ചു സാരി അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ഇടാതെ. പിന്നെ എനിക്ക് പെട്ടെന്ന് മടി. കാരണം വേറെ ഒന്നല്ല, രാവിലെ തന്നെ ഈ ഇതുമ്മ പിടിച്ച് നിൽക്കേണ്ട. മാത്രമല്ല നല്ല മഴയാണ്. അപ്പോൾ അങ്ങോട്ട് ബുദ്ധിക്ക് അങ്ങോട്ട് കളിച്ചു ഒരു ടോപ്പ് അങ്ങോട്ട് എടുത്തിട്ടാട്ടോ. അപ്പോൾ വലിയശ്ശനും പിള്ളേരും അവിടെ നല്ല എൻജോയ്മെൻറ്റിലാണ്. അതിൽ കൂടെ പോണവരൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ ആരുടെ പിള്ളേർ, ഒരാളുടെ പിള്ളേർ തന്നെയാണോ എന്നുള്ള രീതിയിൽ. പിന്നെ അല്ലൂസിനും അനൂസിനെയും സെയിം ഡ്രസ്സ് എടുപ്പിച്ചുകൊണ്ട് മനസ്സിലാവും ഒരു ടെൻസും മറ്റേ ആൾ സിംഗിളാന്ന് മനസ്സിലായിരിക്കും. ഇപ്പം ഇവിടെ ചേച്ചി അനിയന് ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ്. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു അല്ലൂസിനും മൈനസിനാണ് കുറച്ചുകൂടി കൂടുതൽ കംഫർട്ട്. വേറെ ഒന്നും കൂടെ അല്ല, കാശിക്ക് എപ്പോഴും അല്ലൂസിന് മെയ്ത് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവരാണെങ്കിൽ ഇവരെ മെയ്ത് കുത്തി മറിയാനൊന്നും സമ്മതിക്കില്ല. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ചേച്ചീനായിട്ടാണ് കുറച്ചുകൂടി കംഫർട്ട് ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചായ കുടിക്കാൻ വന്നിരിക്കുക കേട്ടോ. തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. ഒരു അടിപൊളി മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.